ഗൈസ് അങ്ങനെ നമ്മൾ ചായയും ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ച കടയിൽ നിന്ന് വിട പറയലാണ്. അപ്പോൾ ഫുഡിൻ്റെ പറയുകയാണെന്ന് വെച്ചാൽ ഫുഡ് ഒരു ഓക്കെ അല്ലാണ്ട് വലിയൊരു അഭിപ്രായമൊന്നും പറയാനില്ല. ഓക്കെ വലിയ സംഭവം ഒന്നുമല്ല ഫുഡ്, ഒപ്പിക്കത്രേ ഉള്ളൂ. പക്ഷേ റൂമിലാണെങ്കിൽ നമുക്ക് ഹീറ്ററില്ല, ആ ഒരു പ്രശ്നമുണ്ട്. ഹീറ്റർ ആകുമ്പം തണുപ്പാണ്, ഹീറ്ററിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. മറ്റുള്ളതെല്ലാം സർവീസെല്ലാം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടിപൊളിയാണ്. ഒരു വീട്ടിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഫുഡ്, റൂമിലെ ഹീറ്റർ, ഇത് രണ്ടും വല്ലാത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര തണുപ്പാണ്, പ്രശ്നമാണ് അവിടുത്തെ. അപ്പോൾ നമ്മളിവിടുന്ന് വിട പറയലാണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ജമ്മു കാശ്മീരിലാണ് പോകുന്നത്. അവിടുന്ന് നമുക്കൊന്നിക്ക് ബസ് എടുത്ത് ഡൽഹിയിൽ നിന്ന് നമ്മളൊന്നിക്ക് ട്രെയിനോ ഫ്ലൈറ്റോ ആയിരിക്കും. പിന്നെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്കായി മാക്സിമം ട്രൈ ചെയ്യാം ഞാൻ എടുക്കാൻ. ഇതാണ് ഗാസിഗോൺ. എന്നിട്ടാന്ന് വെച്ചാൽ ബാൻഡർ അങ്ങനെ എന്തോ ടോളാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത് ഗായ്സ് ഇത് കണ്ടോ, ഇത് ഐസ് മൊത്തം ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ടോ. ഈ റോഡ് മൊത്തം ഐസ് ചെയ്യുന്നു ഇത്ര കുറച്ച് ദിവസമായിട്ട്. മൊത്തം ഇത് കണ്ടോ ഗായ്സ്, മലയായിട്ട് ഇങ്ങനെ കൂട്ടി നിന്നിട്ട് കണ്ടോ ഗായ്സ്, മൊത്തം ഐസായിട്ട് ഇങ്ങനെ നിറഞ്ഞു. അതുപോലെ നമ്മളിപ്പോൾ ഇനി ജംബു താവിയിലേക്ക് പോവുകയാണ്. ജംബു താവിയിൽ നിന്നാണ് നമ്മൾ അവിടുന്ന് ബസ് എടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് ഇനി നമ്മൾ ട്രെയിനിലായിട്ട് പോകണം ഗായ്സ്. അപ്പം നമ്മളിത് വരുന്ന വഴിക്കുള്ള കാഴ്ചയാണിത് മൊത്തം ഗായ്സ്. വല്ലാത്തൊരു നൊസ്റ്റാൾജിയ തന്നെയാണ് ഗായ്സ്. ഇത് മൊത്തം ഐസാണ് ഗായ്സ്, ഐസിനെ കൊണ്ടുള്ള ആറാട്ടാണ് ഗായ്സ്. അതുപോലെ താഴത്ത് റോഡുണ്ട് കേട്ടോ, താഴത്ത് നിന്നുണ്ടോ ലോറി വരുന്ന താഴത്ത് ഇതുണ്ട്, റോഡുണ്ട്. ഇങ്ങനെ ലോറി പോകുന്നുണ്ടോ, ഇങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് പോകും. വേറെ തന്നെ ഒരു നൊസ്റ്റാൾജിയനാണ് ഗൈസ്. ഇവിടുത്തെ ലോറിക്കെല്ലാം കണ്ടത് ഇങ്ങനെ കവർ ഇട്ടിട്ട് ഫ്രണ്ട് എനിക്ക് തോന്നുന്നത് അത് ഇഞ്ചിനിൽ പിന്നെ വെള്ളം കയറണ്ട, ഐസ് കയറണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഐസ് മോനെ ഒരു രക്ഷയില്ല, വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഐസിൻ്റെ ഭയങ്കര തണുപ്പാണ്, തണുപ്പിനൊരു കുറവുമില്ല ഇവിടെ. വമ്പൻ തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീനഗറിന് അനുഭവിച്ചതെന്ന് വെച്ചാൽ ഒന്നൊന്നര അനുഭവിക്കില്ല. കാരണം അത്രയ്ക്കും, അതായത് നിൽക്കാനും കഴിയില്ല, ഉറങ്ങാനും കഴിയില്ല, എവിടെ പോകാനും കഴിയില്ല. അതായത് ഐസായിട്ട് ഇങ്ങനെ നമുക്കെന്താ പറയണത്, മരീച്ച അവസ്ഥയല്ല അവിടുത്തെ, ഭയങ്കര മരീച്ച അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങോട്ട് പോകുമ്പോൾ അത് കുറച്ചൊരു സമാധാനം കിട്ടുന്നുണ്ട്. എങ്ങനെയെങ്കിലും നാടത്യമായി നോക്കും ചിന്തിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മടുത്ത് ഗായ്സ്, എങ്ങനെയെങ്കിലും നമ്മൾ ലക്ഷ്യം നാട് പിടിക്കണം. ഇനി നാട്ടിലെത്തും ഉള്ള നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഉള്ളത് ചന്ദ്രക്കോടാണ് ഗായ്സ്. ഇപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് ഉള്ളത് ഗായ്സ്, ചന്ദ്രക്കോട്. നമുക്കിവിടെ മാഗിയും റൊട്ടിക്കെല്ലാം പറഞ്ഞിട്ടത്. ചങ്ങായി മാഗി ആക്കുന്നുണ്ട് ഗായ്സ്. ഇതാണ് മാഗി, സിമ്പിൾ മാഗിയാണ് ഗായ്സ്. ഇത് ഇവൻ്റെ സ്പെഷ്യൽ റൊട്ടിയാണ് ഇതുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു മാഗി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് മറ്റുള്ള ആൾക്കാർ റൊട്ടിക്കും പിന്നെ ചേനക്കറിക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആകെ മാഗിയാണ് വേണ്ടത്, കാരണം എനിക്ക് തിന്നാൻ നടക്കൂല ഗായ്സ്. അതുകൊണ്ട് ഞാൻ വെറും നമ്മളെ സ്വന്തം മാഗി ഗായ്സ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി എന്നിട്ട് അങ്ങോട്ട് ഉള്ളി പറ്റിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങ് എടുക്കും. അങ്ങനെയാണ് കേട്ടോ പരിപാടി. എടുക്കുന്നതാണെങ്കിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ വേറെ മോനാണ് ഇവൻ, വളരെയധികം സ്മാർട്ടാണ്. അതായത് എനിക്ക് 15 വയസ്സേ ഉള്ളൂ. പക്ഷേ कितना साल इधर आता है? इधर हाँ इधर अपना 5 साल अभी 5 साल हो गए इधर. हाँ 5 കൊല്ലം ആയി എന്നാ പറയുന്നത്. ശിവനാവോ आपके एक बच्चे? 2 बच्चे. इसका फर्स्ट है. ഇവനാ മൂത്തോനെന്ന് പറയുന്നത്. പക്ഷെ പൊളിയാട്ടെ ഇവൻ, പിന്നെ ആള് പൊളിയാണ്. കാരണം അവൻ്റെ ഉപ്പാനെ ഇവൻ സഹായിക്കുന്നത് സംഭവമാണ് ഗായ്സ്. അതായത് ഇതിങ്ങനെയാണ് ഓരോരോ, അതായത് അപ്പുറം മുസ്ലിങ്ങളെ റെസ്റ്റോറൻ്റാണ്, ഇപ്പുറം ഹിന്ദുസിൻ്റെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്കെല്ലാവരും സിസ്റ്റേഴ്സ് ബ്രദറാണ്. നമുക്കെല്ലാവരും ഒറ്റ വൈബാണ്. നമുക്കെല്ലാവരും നമ്മളെ കൂടപ്പിറപ്പുകളാണ്. എല്ലാവരും നമ്മളെ ആൾക്കാരാണ്, നമ്മളെ കൂടപ്പിറപ്പുള്ള ഗായ്സ്. നമുക്ക് അങ്ങനെ ഒന്നുമില്ല, നമ്മൾ സ്വന്തം ആൾക്കാരാണ്. തണൽ
8 കിലോമീറ്ററോളം ഉള്ള തണലാണ്. ഇപ്പോൾ ജംബോ താവിലെത്തി ഗൈസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളെ ഇതാണ് ട്രാവൽസ് ബസ് വരുന്നത്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഗൈസ് 1500 പേർക്ക് 1270 ഓൾവോ സ്ലീപ്പർ. ഇനി ബസ് വരണം ഗൈസ്. നമുക്ക് നാളെ അതായത് ഞായറാഴ്ച പൊളിച്ചക്കാണ് 5 മണിക്കാണ് ട്രെയിന് നാട്ടിലേക്ക് കണ്ണൂരേക്ക്. കണ്ണൂർ നമ്മൾ ചൊവ്വാഴ്ച രാത്രി എത്തും ഗായ്സ്. ചെറുതാണ് നിങ്ങൾ കാണുന്നത് ഗായ്സ്. ബാബാ ഇസ്കൊക്കെ ജൽപൂർ ആ നാട്ടിൽ നമ്മളെ തോടുള്ള കടലാക്ക മിക്സർ ഗായ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഗായ്സ്. അങ്ങനെ നമ്മളിതാ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു ഗായ്സ്. ജംബൂല് കുറച്ച് വൃത്തിയുള്ള റെസ്റ്റോറൻറ്റ് കണ്ടു ഗായ്സ് നമ്മൾ. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു വൃത്തിയുള്ള റെസ്റ്റോറൻറ്റ് ഗായ്സ്. സന്തോഷമായി. എനിക്ക് വേണ്ടുന്നത് നമ്മളെ സ്വന്തം നെയ് റോസ്റ്റും ചട്ടിയും നമ്മളെ സ്ലീപ്പർ ഗായ്സ്. ഇതാണ് നമ്മൾ പോകേണ്ട സ്ലീപ്പർ ബസ് ഡൽഹിയിലേക്ക് ഗായ്സ്. എല്ലാവരും ഉറക്കാണ് ഗായ്സ്. ഇതാണ് നമ്മളെ ബസ്. ഇതാണ് നമ്മളെ ബസ് ഗായ്സ്. എല്ലാവരും തുറന്നുറങ്ങാണ്. കണ്ടപ്പിയോനെ നീ എവിടെടാ ഗായ്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതാണ്. ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഗായ്സ്.